ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 9:30 കേട്ടോ. 9:30 എണീറ്റതല്ല, കുറച്ച് നേരം എണീറ്റിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശയും മീൻകറിയും ഒക്കെയാണ്. കുളിച്ചിട്ടില്ല. കുളിക്കാത്തത് എന്താ അറിയോ, ഇന്നലെ രാത്രി കുറച്ച് പണി ഉണ്ടാകുന്നു. 1:30 ആയി ഉറങ്ങുമ്പോൾ. ഭയങ്കര കൂടിയിട്ട് അതുകൊണ്ട് എന്തോ ഓടി വരണ സൗണ്ട്. ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ ഇങ്ങനെ പറഞ്ഞു നടന്നു അച്ഛനൊക്കെ. തുലാമാസമാണ്. അപ്പോഴാണ് ഞാൻ വൃശ്ചിക മാസത്തെ കാറ്റാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ തുലാമാസമായി എന്ന് പറഞ്ഞപ്പോഴേ ഇടിവെട്ട് മഴ ഉണ്ടാവും ഓർത്ത്. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാം എടുത്തിട്ട് ചാർജ് ചെയ്ത് വെച്ചു. എമർജൻസികളെല്ലാം ചാർജ് ചെയ്ത് വെച്ചു. ചെറിയൊരു പേടി. മീൻകറി ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതി. അയിലക്കറിയാണ്, നല്ല ചൂടാക്കി വെച്ചതാണ്. അതങ്ങനെ ഇരിക്കണം. മുളകും ചാടാ. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ടുള്ള പാടാട്ടോ. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കുന്നില്ലോ അല്ലേ. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വീഡിയോസ് തുടങ്ങാറ്. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് എടുക്കണത്. കുഴപ്പമില്ല, അപ്പോൾ സ്മൂത്തായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇരപ്പനെ സ്കൂൾ മുടക്കൊക്കെ ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ രാത്രി കുത്തിയിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കില്ല. പിന്നെ തയ്ക്കാൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തയ്ക്കാനൊക്കെ. അതാ കുത്തിയിരുന്നത്. കഫക്കെട്ട് ചുമന്ന് പറഞ്ഞ് കുറേ ദിവസമായി നമ്മൾ പാലൊന്നും മേടിക്കാണ്ട്. എനിക്കാണെങ്കിൽ പാല് ചായ കുടിക്കാണ്ട് വട്ടാവാൻ തുടങ്ങി. കട്ടൻ തന്നെയല്ലേ എന്നും. അതുകൊണ്ട് ഞാൻ പാല് മേടിച്ച് വെച്ചു കൂട്ടോ തലേ ദിവസം 1/2 ലിറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് ചായ വയ്ക്കാനാണേ. ഗുഡ് മോർണിംഗ് പറയൂ. ഇനി പറഞ്ഞോ. നീരവന് മിഠായി കഴിക്കാൻ തോന്നും അത്ര. അപ്പം ഞാൻ പറയായിരുന്നു ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ മിഠായി കഴിക്കാൻ പാടില്ല എന്ന്. ഇത് കുറച്ച് കഴിഞ്ഞ് ഹോമിയോയിലേക്കൊന്ന് പോവാം. എന്തായാലും 5ാമത്തെ ദിവസമാണ്. പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരാം കേട്ടോ. എടുത്തിട്ട് വാ. ഇല്ല അതാ പറഞ്ഞേ. ഹോമിയോ ഗുളികയാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ ഇടയിൽ നീരപ്പന് വിശക്കണേ പറഞ്ഞ് അവിടെ കൂവിയും വിളിക്കായിട്ടോ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഇപ്പോഴും കൂടെ ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കയ്യിൽ ഈ പാത്രത്തേക്ക് വെക്കുമ്പോഴേ എൻ്റെ ഇങ്ങനെ മറിഞ്ഞു വീഴാണ്ട്. അതൊക്കെ ഒരു പതിവുള്ള കാര്യങ്ങളാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അവിടെ വെച്ച് തന്നെ പ്ലേറ്റിലത്തെ ദോശ മൊത്തത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് അവന് കൊണ്ട് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. പിന്നെ പാൽ ചായ റെഡിയായി. കുളിക്കാണ്ട് ഭക്ഷണം കഴിച്ചു ഗായ്സ്. ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചൂടുവെള്ളം വെക്കുമ്പോഴേക്കും നിനക്ക് വിശക്കണൂന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ തന്നത് ഫുഡ്. ഹായ്, മീൻകറിയും പഞ്ചാരിയും ദോശയും ചായയും. ഷാറിലടാ കറി കൂട്ടി കഴിക്കും.
ഇവിടെ ചായ കുടിക്കാതിരിക്കുമ്പോഴേ എനിക്കിങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ, കാല് നിവർത്തി വെച്ച് ആ ചുമരുമ്പോൾ കാല് കുത്തി ഇവിടെ ചാരി ഇരുന്നൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നീരപ്പനോട് ഒരു വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ ഞാൻ എൻ്റെ തന്നെ എടുക്കുക, പിന്നെ ട്രൈപോഡിൽ പോയി കുത്തണം. അപ്പം മടി പിടിച്ചിട്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ ചില സമയത്ത് എടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട്, ചിലപ്പോൾ ശരിയാവുന്നില്ല. ആ ക്യാമറയുടെ അവിടെ വിരലിങ്ങനെ പൊത്തി പിടിക്കും. അപ്പോൾ ആ ക്യാമറ മൊത്തം ഇതായില്ലോ മൂടിയില്ലോ, പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസൊന്നും കാണില്ലല്ലോ, അവൻ്റെ കൈ മാത്രമേ ഉണ്ടാവുള്ളൂ കയ്യിൽ. അതാണ് അവൻ്റെ ക്യാമറാമാൻ്റെ കഴിവ് കേട്ടോ, ഇവിടുത്തെ ക്യാമറാമാൻ. ഓടി വന്ന് ഇനി പാത്രം കഴുകലാണ് കേട്ടോ. 10:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, ചടപടയെ വെച്ചിട്ട് വേണം പണിയോട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുക്കറിൽ ചോറ് വെക്കണം. അപ്പോൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുത്തരാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ചൊവ്വൊക്കെ അങ്ങനെ കൈയോടെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുക. അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളച്ചപ്പോഴേ കുറച്ച് പോയിട്ടുണ്ടാണ് സ്റ്റൗവിൽ. അപ്പോൾ അതാട്ടോ വലിയ കാര്യമായിട്ട് തുടയ്ക്കണത്. അതിൻ്റെ താഴെയൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈച്ച നിറയില്ല. അതാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇന്നലെ കുത്തിയിരുന്നിട്ട് ഹണ്ട് സിനിമ കാണുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുവരുന്നു. അപ്പോൾ അത് കാണണമെന്ന് കുറേ വിചാരിക്കണം. അങ്ങനെ ചെറിയ താത്താനോട് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാ. എനിക്ക് വലിയ ഇഷ്ടമായിട്ട് അത് കണ്ടിട്ട്. എല്ലാ സിനിമകളും ഒന്നും ഞാൻ കാണാറില്ല. എൻ്റെ ചേട്ടനാണ് സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുക, ജിത്തു ചേട്ടൻ. അപ്പം എന്നോട് അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഞാൻ കാണാൻ പോകാറില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ എന്തോ ഷോർട്സും കാര്യങ്ങളും കണ്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നുണ്ട്. ഞാൻ സനേഷനോട് ഇരുന്ന് പറയാമെന്നു, ചേട്ടൻ പോയി ഹണ്ട് സിനിമ കണ്ടു നോക്ക്, നല്ല സിനിമയാണ്, പോയി കാണുന്നതൊക്കെ എന്താ അതിൽ ചോദിച്ചിട്ട് ചേട്ടൻ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക്. ഈ പ്രേതം, നെഗറ്റീവ് എനർജി അതിലൊക്കെ വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ഒക്കെ തുടങ്ങി. ഇപ്പോൾ വിചാരിച്ചു തുടങ്ങിയത് അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ കഴുകണം. ലഞ്ച് ബോക്സൊക്കെ കണ്ടില്ലേ, നിറച്ചഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോപ്പ് പൊടിയിൽ നീരപ്പൻ തന്നെ രാവിലെ തന്നെ മുക്കി വെച്ചത്. ഞാൻ വെള്ളം അങ്ങോട്ട് കലക്കി കൊടുത്തപ്പോൾ അവനോട് മുക്കിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് മുക്കിയതാട്ടോ. പിന്നെ വെള്ള യൂണിഫോം, ബുധനാഴ്ചത്തെ യൂണിഫോം ഇരിക്കുന്നുണ്ട്, അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി. എന്നിട്ട് ഇതാ ഇപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് തുണി കൊള്ളുന്ന കൂട്ടത്തിൽ ഇതിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് കരിമ്പന വന്നില്ല എന്ന് പറയാം. എന്തായാലും അതും കൂടെ കഴുകുകയായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് അച്ഛൻ്റെ വണ്ടിയിൽ ഇങ്ങനെ വാടകയ്ക്ക് ആൾക്കാർ കയറുമ്പോൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒഴിവുണ്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ +2ക്ക് അഗ്രികൾച്ചറാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഡിഗ്രിക്ക് കയറി ഇപ്പോൾ BA ഇംഗ്ലീഷിലേക്ക് പോയിട്ടോ. കാരണം എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു മാർക്ക്, പിന്നെ ഒന്നിലും മാർക്ക് വലിയ കാര്യമായിട്ടില്ല. അഗ്രികൾച്ചറൊക്കെ ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ്. പക്ഷേ മാർക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിലും എന്തൊക്കെയോ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പറയുമ്പോൾ. അപ്പോൾ അതിൽ അഗ്രികൾച്ചർ പഠിച്ചവർക്ക് എന്തൊക്കെയോ എവിടേക്കോ ഒഴിവുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് എക്സാം എഴുതി പഠിക്കാൻ പോകും അങ്ങനെ എങ്ങനെയെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ പഠിക്കാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മുന്നേ ഞാൻ കല്യാണത്തിന് മുന്നേ സനേഷനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ പഠിക്കാൻ ഇഷ്ടമുള്ളത് എനിക്ക് ഈ ടൈലറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ ബുക്കും പിടിച്ച് എനിക്കത് മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു കേട്ടോ. കാര്യം എനിക്ക് ചെറുപ്പം തൊട്ടേ ഓർമ്മ പ്രശ്നമുണ്ട്. ഈ പഠിച്ച് എക്സാമിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് തന്നെയായിരിക്കും, എന്നാലും എനിക്കും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ട കാര്യം എനിക്ക് ദേഷ്യമാണ്. പഠിച്ചിട്ട് ഓർമ്മയില്ല, പിന്നെ എന്തിനാണ് പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അച്ഛനോട് എന്തൊക്കെയോ പോയി പഠിക്കുക അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതല്ലേ, ഇനി മറ്റേ കുറച്ചും കൂടെ കാര്യമായിട്ടുള്ള പഠിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്ന്. അതിനെ ചെന്നല്ല ചീത്ത പറഞ്ഞു, നീ എന്തിട്ടാ പറയണത്, നിനക്ക് പഠിച്ചുകൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇഷ്ടമല്ല അച്ഛാ, എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കല്യാണമൊക്കെ കഴിച്ചത് അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് ദേഷ്യം വന്നിട്ട് ഈ കാലത്ത് ജോലിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ കൂടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ചോളാം അങ്ങനെ അല്ലാണ്ട് എന്തപ്പോൾ പറയാ. എന്റെ കയ്യില് നെഗില്ല, അത് ഈ ഷർട്ടിന്റെ എന്തെങ്കിലും ആയിരിക്കും. പോയി കുളിക്ക്, വേഗം നടക്ക്. ബായ്, കുളിച്ചിട്ട് വരാപ്പടാ. പൊത്തിപ്പിടിച്ചിരിക്കുന്നതാണ് എന്നെ കാണുക. ബായ്. നമ്മള് മീനിൻ്റെ വീടിൻ്റെ ബാക്കി കൂടെ കിടന്നു. ഷോർട്ട് കട്ട് വണ്ടിക്ക് കിക്കറടിക്കണം.
നല്ല പണിയാ എനിക്ക്. ഇന്നലെ തന്നെ കുറേ കിക്കറടിച്ചാകെ മേല് വേദനയായി. അവൻ്റെ ശക്തിയും പോയി. നമ്മൾ ടോക്കൺ എടുത്തപ്പോൾ 64 കേട്ടോ, 38 നമ്മൾ വരുമ്പോൾ ഡോക്ടർ ചായ കുടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ കയറിയിട്ടുള്ളൂ 38 39 കുറേ സമയം. അപ്പോഴേക്കും 1 മണിക്കും ആവാറായിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇരുന്നു നമ്മൾ. 1 മണിക്കും ആവാറായപ്പോൾ നീരപ്പറ്റം വെച്ചിട്ടുണ്ട് എനിക്കും. ഞാൻ ചോറും കറിയും ഒന്നും വെച്ചില്ലല്ലോ വെച്ചിട്ട് ഷോർട്ട് കട്ടിൽ കൂടെ ഇറങ്ങാൻ വെച്ചിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങിയിട്ടോ. ആരോടും പറഞ്ഞൊന്നുമില്ല. ചോറ് വെച്ചിട്ടില്ല, അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ടോക്കൺ 38 ഞങ്ങൾക്ക് 64. ചോറ് വെച്ചിട്ടില്ല, ഒരു പടി കവറായിട്ടുണ്ട്. ഇപ്പോൾ ചോറും കറിയും വെച്ചിട്ട് പോവാം അല്ലേ? എന്താ കറി? പുറത്ത് നീരപ്പം അസലായിട്ട് മീൻ കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ വിസിലടിക്കണതിന് മുന്നേ ഓഫ് ചെയ്തിട്ട് പോവുക ചെയ്തത്. അതാട്ടോ ചോറ് വെച്ചിട്ടില്ല പറഞ്ഞത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഓഫ് ചെയ്തിട്ട് അങ്ങനെ പോയ കാര്യം. വെണ്ടക്കായ കഴുകുകയാണെങ്കിൽ അതുകൂടെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ കറി ഇരിക്കുന്നുണ്ടായില്ല, മുളകും ചാട് വെച്ചത് പിറ്റേ വെച്ചതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ വെണ്ടക്കായ ഉപ്പേരിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചടപടയിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ അച്ഛനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം വർത്താനൊക്കെ പറഞ്ഞ് വെച്ചു. മാമൻ്റെ മോളുടെ കുട്ടിയുടെ പിറന്നാൾ വരുന്നുണ്ട്, അപ്പോൾ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൗമ്യ എന്നൊക്കെ പറയും കേട്ടോ മാമൻ്റെ മോള്. മാമൻ്റെ മോനുണ്ടായിരുന്നു സ്മോക്കി. ഞങ്ങളെ ടൂറൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ. അവൻ്റെ അനിയത്തിയാണ് ഈ സൗമ്യ. അപ്പോൾ കുട്ടിയുടെ 2ാമത്തെ പിറന്നാൾ വരുന്നുണ്ട്, അപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറിവേപ്പ് ഉണ്ടായിരുന്നു. ഇടിച്ച മുളക് ഇട്ടിട്ട് വെറുതെ കുത്തിക്കാച്ചണ പോലെ ആയിട്ട് വെണ്ടക്കായ പേര് വയ്ക്കുക, അടച്ചു വയ്ക്കും. അപ്പോൾ അങ്ങനെ കിടന്ന് ആയിക്കോളും. നീരവിൻ്റെ കറിയാണ് ഗൈസ്. എന്താ? കരിമീൻ കറി. മുളക് ചാറ് മീൻ കറിയില്ലേ? ഞങ്ങളിതാ കുറച്ച് നേരം ഇരുന്നിട്ടാണെങ്കിലും ഒരു 5 പേരോളം കയറിയിട്ട് നമ്മളും കയറിയിട്ടാണ്. അവിടെയുള്ളവരോട് ചോദിച്ചിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ ടോൺസിലസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇവരെയും കൊണ്ട് വരണമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ്സിലുകൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല കേട്ടോ. നീരപ്പിന് വേഗം വീട്ടിലേക്ക് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഷോർട്ട് കട്ടല്ല, മെയിൻ റോട്ടിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിച്ചുവിനോടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അവിടെ ആരെയും കാണാനില്ല. ഇനിയിപ്പോൾ നിച്ചു ഇല്ലാവോ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി കിക്കറടിച്ച് നമ്മുടെ ബാറ്ററിയിൽ ഇത്തിരി ചാർജ് കയറ്റണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. കുറേ കിക്കറടിച്ചു കേട്ടോ. പോവാ മീൻ കറി ആയില്ലേ? എന്ത്? അതെ, ഇന്നത്തെ കറി കഴിഞ്ഞോ? ഉച്ചയ്ക്ക് പിന്നെ ഗുളിക കഴിക്കാണ്ട് പോയത് കേട്ടോ. ഹോമിയോ ഗുളിക ഉണ്ടായിരുന്നല്ലോ, അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊടുക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് വേറെ എന്തോ ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഇതിലേക്ക് മാറുമ്പോൾ മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ഒന്ന് പേടിച്ചിരുന്നു. രാത്രിക്ക് അമ്മാതിരി ചുമയായിരുന്നു ഉറങ്ങണം. എൻ്റെ ഇടയിൽ കുട്ടി ചുമച്ച് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിടുന്നു. ഇപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ.
വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതിൽ ചാർജ് കയറ്റാം. അങ്ങനെ ഒരു കിക്ക് റെഡിയും കഴിഞ്ഞ് മനുഷ്യൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നീരപ്പം പറയണ പോലെ ക്ഷീണമായി, ശക്തിയൊക്കെ പോയി. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഉണക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിരിച്ചിടണം. അപ്പോൾ നീരവിന് വെള്ളം ചോദിക്കുക. അവർ വേറെ ബോട്ടിലുണ്ട്, അപ്പോൾ അതിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്, പോയി കുടിച്ചോളാൻ പറയാം. വെള്ളം കുടിക്കണതിൻ്റെ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ രണ്ടാൾക്കും കുപ്പി വെച്ചേക്കണ്. അങ്ങനത്തെ ആ തുണികളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി തുണികൾ വിരിച്ചിട്ടിട്ട് വേണം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷേപ്പാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാം അത് ശരിയാക്കാൻ നിൽക്കണം, വൈകുന്നേരത്തേക്ക് തന്നെ കൊടുക്കാനുള്ളതാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അതിനിരിക്കാമല്ലോ എന്നിങ്ങനെ. കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമാണ്, തയ്ച്ച് കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അല്ല, ഈ കിക്കറടിച്ചിട്ട് നടു മൊത്തം പെയിനായിപ്പോൾ അതിൻ്റെ. പക്ഷെ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം നീരപ്പനോട് സഹായിക്കാൻ വരാൻ പറയുമെങ്കിൽ ഇങ്ങനെ കുനിയാൻ വയ്യ വെച്ചിട്ട് അവ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തുണികളൊക്കെ എറിഞ്ഞ് തരുക ലാസ്റ്റ്, അമ്മയ്ക്ക് എളുപ്പത്തിന് പിടിക്കാനാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവനൊക്കെ എടുത്തി ഉറക്കട്ടെ കേട്ടോ. ഈ പ്രത്യേകിച്ചൊന്നുമില്ല, അടിച്ചു വരാനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് നേരം ചുറ്റിക്കണില്ല, കൊടുക്കാനുള്ള സാധനങ്ങളേ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനിടയിൽ വീഡിയോ എടുക്കലൊക്കെ ആകുമ്പോൾ നേരം ചുറ്റും. അപ്പോൾ ഏതാളെ നടന്നു പോണു. സൈനിങ് ഔട്ട് പറയണത്ര. ഞാൻ 2 വീഡിയോയിൽ പറഞ്ഞില്ല, പറഞ്ഞ് ഭയങ്കര വിഷമം. പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ചേട്ടാ ബൈ ബൈ, സീ യു.